കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 5. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം രാജ്യത്തിൻ്റെ സംക്ഷിപ്ത ചരിത്രം കൂടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വെന്നിക്കൊടി പാറിയ 50കളും 60കളും 70കളുടെ പകുതിയും കഴിഞ്ഞ് ജനതാ പരീക്ഷണങ്ങൾ അരങ്ങേറിയ പതിറ്റാണ്ടുകളും പിന്നിട്ട് മതാധിഷ്ഠിതമായ കാവ്യരാഷ്ട്രീയത്തിലേക്ക് രാജ്യം നടന്നു നീങ്ങുന്ന കാലമാണിത്. ഇന്ന് 28 സംസ്ഥാനങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്ത് നിലവിലുള്ളത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും തീർത്തും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഭരണ സംവിധാനം അഥവാ ഫെഡറൽ സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത്. അതിനാൽ പല സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ പല ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ദേശീയ തലത്തിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ ആഘോഷമെന്ന് വിശേഷിപ്പിക്കാം. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടവകാശമുള്ള ജനവിഭാഗം അധിവസിക്കുന്ന രാജ്യവും നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ്. രാജ്യത്തെ വോട്ടർമാർ അല്ലാത്തവരുടെ എണ്ണം വളരെ തുച്ഛമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയിലെയും യൂറോപ്യൻ യൂണിയനിലെയും വോട്ടർമാരുടെ ജനസംഖ്യയേക്കാൾ വലുതാണ് നമ്മുടെ രാജ്യത്തെ വോട്ടർമാരുടെ എണ്ണം. തെരഞ്ഞെടുപ്പുകൾ കൃത്യസമയത്ത് നടത്തുന്നതിൽ എന്നും രാജ്യം ശ്രദ്ധ പതിപ്പിക്കുന്നു. 5 വർഷമാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ കാലാവധി. ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ രാജ്യം പൊതു തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തന്നെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഭരണാധികാരികൾ ആരംഭിച്ചിരുന്നു. ഇത് സ്വതന്ത്ര രാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തന്നെ കുറ്റമറ്റ രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നയിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തെ വോട്ടർമാരെ മാനസികമായി തയ്യാറാക്കി. 600-ലധികം നാട്ടുരാജ്യങ്ങളായി ചിതറിത്തെറിച്ചു കിടന്നിരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ഏകീകൃത ഭരണത്തിന് കീഴിൽ കൊണ്ടുവരികയെന്നതായിരുന്നു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം അധികാരത്തിലേറിയ ഭരണാധികാരികൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി. 1951-52 കാലത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്നത്തെ കേരളം പിറവികൊണ്ടിരുന്നില്ല. പകരം 1949 സംയോജിക്കപ്പെട്ട തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളുടെ ഏകരൂപമായ തിരുകൊച്ചി സംസ്ഥാനമായും മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായ മലബാർ ജില്ലയായും വേർതിരിഞ്ഞു കിടന്നു. 1952 മലബാറിലെ 5 ലോകസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നു. മലബാറിലെ കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് AKG എന്ന AK ഗോപാലൻ പ്രഥമ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. തൊട്ടടുത്ത തലശ്ശേരി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും കിസാൻ മസ്ദൂർ പ്രജാ പരിഷത്ത് അഥവാ KMPPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ N ദാമോദരൻ തിരഞ്ഞെടുക്കപ്പെട്ടു. KMPPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ അച്യുതൻ ദാമോദര മേനോനാണ് കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. മലബാർ ജില്ലയിലെ മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൽ വെന്നിക്കൊടി പാറിച്ചത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച B പോക്കറാണ്. KMPPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന K കേളപ്പൻ പൊന്നാനിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ 1952 പ്രഥമ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിലെ 5 മണ്ഡലങ്ങളിൽ നിന്നും 3 KMPP സ്ഥാനാർത്ഥികളും 1 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയും 1 മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടു. മുന്നണി ബന്ധങ്ങളില്ലാതെ എല്ലാ പാർട്ടികളും തനിച്ചാണ് മത്സരിച്ചത്. 1952 പ്രഥമ പൊതുതെരഞ്ഞെടുപ്പിൽ മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ദയനീയമായി പരാജയപ്പെട്ടു. 1952 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തിരുകൊച്ചി സംസ്ഥാനത്തെ 12 ലോകസഭാ മണ്ഡലങ്ങളിൽ തീപാറുന്ന മത്സരങ്ങൾ നടന്നു. 5 മണ്ഡലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. തൃശൂരിൽ നിന്നും ഇയുണ്ണി ചാലക്കയും ചെങ്ങന്നൂരിൽ നിന്നും ശ്രീ KT അച്യുതനും എറണാകുളത്ത് നിന്ന് ശ്രീ AM തോമസും ഇന്നത്തെ പാലാ മണ്ഡലമായ മീനച്ചിലിൽ നിന്ന് ശ്രീ PT ചാക്കോയും തിരുവല്ലയിൽ നിന്ന് ശ്രീ CP മാത്തനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെന്ന നിലയിൽ ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതു സ്വതന്ത്രൻ സഖാവ് PT പുന്നൂസ് ആലപ്പുഴയിൽ നിന്നും RSPയുടെ സ്ഥാപക നേതാവായ ശ്രീ ശ്രീകണ്ഠൻ നായർ കൊല്ലത്ത് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു.
തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസ് അഥവാ TTNCയുടെ സ്ഥാപക നേതാവായ എ നേസമണി നാഗർകോവിൽ മണ്ഡലത്തിൽ നിന്നും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച ആനി മസ്ക്രീൻ തിരുവനന്തപുരത്ത് നിന്നും, വി പരമേശ്വരൻ നായർ ചിറയിൻകീഴിൽ നിന്നും, ശ്രീ ആർ വേലായുധൻ മാവേലിക്കരയിൽ നിന്നും, ശ്രീ CP മാത്യു കോട്ടയത്ത് നിന്നും പ്രഥമ ലോകസഭാ സാമാജികരായി തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുകൊച്ചി സംസ്ഥാനത്തിലെ മധ്യ തിരുവിതാംകൂറിൽ ശക്തമായ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും തെക്കൻ തിരുവിതാംകൂറിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടപുഴകി വീണു. സംസ്ഥാന വിഭജനവുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകളും തമിഴ്നാട് കോൺഗ്രസിന്റെ ശക്തമായ സ്വാധീനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ സാരമായി ബാധിച്ചു. ഇതോടൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മദിരാശി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ C രാജഗോപാലാചാരിയും തിരുകൊച്ചിയുടെ മുഖ്യമന്ത്രിയായി ശ്രീ AJ ജോണും സത്യപ്രതിജ്ഞ ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും ഗവർണർ ജനറലായിരുന്നു C രാജഗോപാലാചാരി. സ്വാതന്ത്ര്യ സമരസേനാനിയും വാഗ്മിയും രാഷ്ട്രതന്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായ ചക്രവർത്തി ഗോപാലാചാരി ഇന്ത്യക്കാർക്കെന്നും പ്രിയങ്കരനായ രാജാജിയായിരുന്നു. എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെന്നാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. 1954 ഇന്ത്യയിൽ ആദ്യമായി പരമോന്നത ബഹുമതിയായ ഭാരതരത്നം പുരസ്കാരം ഏറ്റുവാങ്ങിയ 3 പേരിൽ ഒരാളായിരുന്നു രാജാജി എന്ന C രാജഗോപാലാചാരി. കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1959 അദ്ദേഹം സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചു. 1967-71 കാലത്ത് 44 സീറ്റുകളിൽ വിജയിച്ച സ്വതന്ത്ര പാർട്ടി ലോകസഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായി മാറി. 1972 ക്രിസ്മസ് രാത്രിയിൽ തന്റെ 94-ാമത്തെ വയസ്സിൽ ഭാരതീയരുടെ എക്കാലത്തെയും പ്രിയങ്കരനായ രാജാജി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 1951-52 കാലത്തെ ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവും സ്വാതന്ത്ര്യ സമരസേനാനിയും അഭിഭാഷകനുമായ ശ്രീ AJ ജോൺ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന 108 മണ്ഡലങ്ങളിൽ 44 സീറ്റുകളിൽ മാത്രം വിജയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തമിഴ്നാട് കോൺഗ്രസിന്റെ പിന്തുണയോടെ ശ്രീ AJ ജോണിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചു. 1953 സെപ്റ്റംബർ 23 കന്യാകുമാരി ജില്ല തമിഴ്നാട്ടിൽ ലയിപ്പിക്കണമെന്ന ആവശ്യവുമായി തമിഴ്നാട് കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിക്കുകയും സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതുവരെ, അതായത് 1954 മാർച്ച് 3 വരെ ശ്രീ AJ ജോൺ കാവൽ മുഖ്യമന്ത്രിയായി തുടർന്നു. 1949 പറവൂർ TK നാരായണപിള്ളയുടെ പ്രഥമ തിരുക്കൊച്ചി മന്ത്രിസഭയിൽ ധനകാര്യ റവന്യൂ വകുപ്പ് മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ് സ്വദേശിയായ ശ്രീ AJ ജോൺ 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃക്രമീകരിച്ചപ്പോൾ മദ്രാസ് സംസ്ഥാനത്തിന്റെ, അതായത് ഇന്നത്തെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഗവർണറായി ചുമതലയേറ്റു. മദ്രാസ് ഗവർണർ എന്ന പദവിയിൽ തുടരവേ 1957 ഒക്ടോബർ 1 ധിഷണാശാലിയായ ആ രാജ്യസ്നേഹി തന്റെ 64-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു.